പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു മോദി സർക്കാർ വലിയ കാലം പോകില്ലെന്ന്. ലോക്സഭയിൽ ആദ്യ പാർലമെന്ററി സെഷൻ നടന്നപ്പോൾ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യ മുന്നണി മോദിയെ നേരിട്ടത്. ഡോക്ടർ BR അംബേദ്കറിനെ ചവിട്ടിത്തയച്ച മോദിക്ക് ശക്തമായ താക്കീത്. അതിനുമുമ്പ് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കൾ അണിനിരന്നു. ഇന്ത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും അണിനിരന്നു. അത് മോദിക്ക് വലിയൊരു താക്കീതായി മാറി. ഇന്ത്യ മുന്നണിയെ പിളർത്താൻ മോദി എന്തുമാത്രം കളി കളിച്ചു. DMKയുടെ കാലി വീണു. അവര് തൂക്കിയെടുത്ത് വെളിയെറിഞ്ഞു. ചവിട്ടി വെളിയെറിഞ്ഞു സ്റ്റാലിൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പല കളികളും കളിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി പിളരില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ പിന്നിൽ നിൽക്കുന്നത് മോദിയുടെ ആജന്മ ശത്രുക്കളാണ്. അഖിലേഷ് യാദവ് മോദിയോടൊപ്പം പോകൂ, തേജസ്വി യാദവ് പോകൂ, മമതാ ബാനർജി പോകൂ, CPM പോവോ, CPI പോവൂ, DMK പോവൂ. അയാളുടെ മന്ത്രിയാണ് എടുത്താക്കിയത് സ്റ്റാലിന്റെ സെന്തിൽ ബാലാജിയെ EDയെ കൊണ്ട്. അതൊന്നും അവര് ക്ഷമിക്കില്ല. മോദി വിചാരിക്കുന്നത് മോദിയുടെ നെഞ്ചിരുവ് കൊണ്ടെല്ലാം ക്ഷമിക്കുമെന്നാണ്. നെഞ്ചിരുവൊന്നും ഇല്ലെന്ന് വ്യക്തമായി. മോദി വളരെ നിരാശനാണെന്നേ. മോദിക്ക് മനസ്സിലായി ഇത് വലിയ കാലം പോവില്ല എന്നുള്ളത്. എന്തായാലും ഈ രാജ്യസഭയിൽ പണി കിട്ടാൻ പോവുകയാണ്. ലോക്സഭയില് NDA എന്ന് പറഞ്ഞ രീതിയിൽ കേവല ഭൂരിപക്ഷമുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണയിൽ കേവല ഭൂരിപക്ഷമൊക്കെ നേടി അങ്ങനെ നിൽക്കാം. പക്ഷേ രാജ്യസഭയിൽ പണി കിട്ടാൻ പോവുകയാണ്. രാജ്യസഭയിൽ മോദിയെ പിന്തുണയ്ക്കണ്ടെന്ന് തീരുമാനിച്ചത് മറ്റാരുമല്ല, ഒരു കാലത്ത് മോദിക്ക് സ്തുതി പാടിയ ബിജു ജനതാദളാണ്. ഒഡീഷയിലെ ബിജു ജനതാദൾ. അവരിപ്പോ മോദിയുടെ ആജന്മ ശത്രുക്കളാണ്. ഒരു കാലത്ത് മോദിക്ക് സ്തുതി പാടി നടന്നു. മോദി വിഴുങ്ങുമെന്ന് അറിഞ്ഞില്ല. മോദിക്കാര് സ്തുതി പാടുവോ അവരെ വിഴുങ്ങും. അടുത്ത ഇപ്പം പറ്റാൻ പോണത് നിതീഷ് കുമാറിനാണ്. നിതീഷ് കുമാർ സ്തുതി പാടി നടന്നു. നിതീഷ് കുമാറിനെ വിഴുങ്ങേണ്ട എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. കാരണം അവിടെ നിതീഷ് കുമാറിന്റെ ഒരു ഭാഗം തേജസ്വി യാദവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് സാഹചര്യം. എന്തായാലും രാജ്യസഭയിൽ 8ന്റെ പണിയാണ് മോദിക്ക് ഇപ്പോ ബിജു ജനതാദൾ കൊടുത്തിരിക്കുന്നത്. ഒരു കാലത്ത് മോദിയുടെ വലിയ ആരാധകരായിരുന്നു ബിജു ജനതാദൾ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ആരാധകരായി അവരിപ്പോ ഒന്നും അല്ലാതായി. പക്ഷെ അവർ രാജ്യസഭയിൽ വലിയൊരു ശക്തിയാണ്. രാജ്യസഭയിൽ അവരുടെ പിന്തുണ മോദിക്ക് വേണം. ആ പിന്തുണ അവർ നൽകില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ആ പിന്തുണ രാജ്യസഭയിൽ അവർ നൽകില്ല. അതാണ് അവർ കൊടുത്ത പണി. എന്തായാലും ആദ്യത്തെ പാർലമെന്ററി സെക്ഷനിൽ തന്നെ മോദിക്ക് ശക്തമായ തിരിച്ചടി കിട്ടി. മോദി വിചാരിച്ചത് ഇയാൾ പ്രവർത്തിക്കുന്ന വർഗീയവാദങ്ങൾ യഥാർത്ഥത്തിൽ അയാളല്ല പ്രവർത്തിക്കുന്നത്. അതാണ് ഒരു വലിയൊരു സത്യം. മോദിയെ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് സംഘപരിവാറാണ്, RSS ആണ്. അവര് ഈ ബ്രാഹ്മണ മേധാവിത്വം വേണം, മറ്റ് മേധാവിത്വങ്ങൾ വേണം, ചാതുർവർണ്ണ്യം വേണം എന്നൊക്കെ വാദിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്കതിലപ്പുറം ഒരു ചിന്തയില്ല. മോദി അതിന്റെ ഒരു ചാവേറായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി. മോദിയെ RSS കാലുവാരിയത് കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ മോദിക്ക് തിരിച്ചടി കിട്ടിയത് എന്നുള്ളത് ഒരു തരത്തിലൊരു സത്യമാണ്. അതുകൊണ്ട് മോദിയെ വിറപ്പിച്ച് നിർത്തുകയാണ് RSS. എന്തായാലും ലോക്സഭയിൽ മോദിക്ക് തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. ആദ്യ പാർലമെന്ററി സെക്ഷനിൽ തന്നെ ഭരണഘടന ഉയർത്തിക്കൊണ്ട് അംബേദ്കറുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം നിൽക്കുന്നു. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണെന്നേ. അവരെ ഇനി പുലർത്താനൊന്നും പറ്റില്ല. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ ഏകാധിപതിയെ വേണ്ട. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മോദി ഒരു പാവയാണ്. എപ്പോഴും മോദി ഒരു പാവയാണ്. ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വർഗീയ കലാപം നടന്നത്. എത്ര മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കിയത്? എത്ര പേരുടെ ജീവനാണ് പോയത്? അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. RSSന്റെ ഒരു പാവ. മോദി അതിപ്പോ തിരിച്ചറിയുന്നു. RSS മോദിക്കുള്ള പിന്തുണ പിൻവലിച്ചാൽ നിതിൻ ഗഡ്കരി നേരെ കയറി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കും. എന്തായാലും
മോദിയുടെ കൗണ്ട് ഡൗൺ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തുടങ്ങിക്കഴിഞ്ഞു. അത് ഇന്ത്യ മുന്നണിയിൽ നിന്നല്ല, RSSൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. എവിടെ RSSനെ ധിക്കരിക്കുന്നു മോദിക്ക് പണി കിട്ടും. അത് സ്വാഭാവികമായ ഒരു സംഭവമാണ്. RSS വിട്ട് കേരളത്തിൽ ഒരു പ്രവർത്തകൻ CPMൽ പോയി കഴിഞ്ഞാൽ ആ പ്രവർത്തകനെ RSS വെറുതെ വെച്ചേക്കില്ല. അത് കാലങ്ങളായുള്ള കേരളത്തിലെ ചരിത്രമാണ്. പൊളിറ്റിക്കലുള്ള പ്രേക്ഷകർക്ക് ആ ചരിത്രമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. RSS വിട്ട് ഒരു പ്രവർത്തകൻ CPM പോയി കഴിഞ്ഞാൽ ആ പ്രവർത്തകനെ അപ്പൊ തന്നെ തട്ടും. സുധീഷ് മിന്നിയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് ഭാഗ്യം. കണ്ണൂരിലെ സുധീഷ് മിന്നി അയാളൊക്കെ രക്ഷപ്പെട്ടു പോയത് ഭാഗ്യം. OK വാസു രക്ഷപ്പെട്ടു പോയത് ഭാഗ്യം. എന്തായാലും ബിജു ജനതാദൾ മോദിക്കുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ മോദി വട്ടപൂജ്യം.